നമുക്കൊരു ഹിയറിംഗ് എയ്ഡ് കൊടുക്കുമ്പോഴും ആൾക്കാർ വിളിച്ച് ഇറ്റ് ഈസ് വെരി നോയ്സി, അല്ലെങ്കിൽ അതൊരു അതുമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു പീരീഡ് ഓഫ് ടൈം. ബിക്കോസ് ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വാട്ട് വി സീ യൂസേജ് ടൈം ഇസ് വെരി ലോ. ഇപ്പോൾ നമുക്കൊരു ആവശ്യത്തിന് മാത്രം ഹിയറിംഗ് എയ്ഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അവരുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ടാവില്ല. പിന്നെ ഈ ഒരു എന്താ പറയുക, അതിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതുള്ള ഒരു വളരെ പ്രോബ്ലമായിട്ടൊക്കെ. മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം ടു യൂസ് ഇറ്റ്. അപ്പോൾ അവർ മോട്ടിവേറ്റഡ് ആയിരിക്കണം. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ദിവസം തൊട്ട് അതിന് പ്രശ്നങ്ങൾ ഭയങ്കര മുഴക്കോ ഇതില്ല. അപ്പോൾ അഗെയിൻ ബാക്ക് ടു അവരുടെ ആ സ്റ്റാൻഡ് തെളിയിക്കാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ എന്ത് ആംപ്ലിഫയിങ് ഡിവൈസ് കൊടുത്താലും അതിനോട് യൂസ് ചെയ്യാനുള്ളൊരു ടൈം പീരീഡ് ഉണ്ട്. നമ്മളിപ്പോൾ അത് ട്രയൽ കൊടുക്കുന്നത്, ട്യൂൺ ചെയ്യുന്നു, പ്രോഗ്രാം ചെയ്യുന്നത്, ഇതെല്ലാം ഡിസ്റ്റർബൻസ് എല്ലാം കുറച്ച് വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിനോട് നമ്മൾ യൂസ്ഡ് ആകുന്നത് എങ്ങനെയാണ്, സോ ദാറ്റ് ഈസ് വിത്ത്. അപ്പം നമ്മളിപ്പം നോർമലി ഇപ്പം നമ്മുടെ ചെവി, ഒരു നോർമൽ വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസത്തിൽ എപ്പോഴെങ്കിലും ചെവി ഓഫാക്കി വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ നമ്മുടെ നോർമൽ ഒരു വർക്കിംഗ് അവേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ ആ അത്രയും മണിക്കൂർ നമ്മൾ എക്സെപ്റ്റ് ഫോർ നമ്മൾ കുളിക്കുന്ന സമയത്ത് അത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മാറ്റി വെക്കുക. അല്ലാതെ ത്രൂ ഔട്ട് ദ ഡേ നമ്മളിത് യൂസ് ചെയ്യണം. കാരണം ഡെഫിനറ്റ്ലി ആ ഒരു പേഷ്യൻ്റ് അതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. അത് ആ സിഗ്നൽസ് ആ ബ്രെയിൻ അതിനോട് എന്താ പറയുന്നത്, അഡാപ്റ്റ് ചെയ്ത് വരാനുള്ളൊരു ടൈം ഉണ്ട്. അപ്പം നമ്മൾ അതിനായിട്ടുള്ള സാവകാശം കൊടുക്കുക. അല്ലാതെ ഇത് വെച്ച ആദ്യത്തെ ദിവസം തന്നെ. പിന്നെ കോമൺ ആയിട്ട് നമ്മൾ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടുവരുന്നത് പലപ്പോഴും ഈ പുറത്തുള്ള മക്കൾ പുറത്താണ്. അപ്പോൾ ഉടനെ വിളിച്ചു പറയും, ഡോക്ടർ പറഞ്ഞ് ഹിയറിംഗ് എയ്ഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരിക, ഉടനെ അത് വെക്കുക, എന്നിട്ട് പിന്നെ ഒന്നും കേൾക്കുന്നില്ല, എന്നിട്ട് ഇത് പെട്ടിയിടത്ത് പോകും. ഇതാണ് സാധാരണ നമ്മൾ കാണുന്ന സിനറി. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കഴിവതും ഒഴിവാക്കണം.